വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സേമിയ ജൗവരി പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സേമിയ ജൗവരി പായസം തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1/2 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സേമിയ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. സേമിയ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജൗവരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1/4 കപ്പ് ജൗവരിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ 1/4 കപ്പ് ജൗവരി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. ജൗവരി ഏകദേശം വേവാറായി. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ കൂടെ ചേർത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായി പാല് ചേർത്തി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിളച്ച് നമ്മുടെ സേമിയയും ജൗവരിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഈ പാല് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ സേമിയ ജൗവരി പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. സേമിയയും ജൗവരിയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ കാഷ്യൂം മുന്തിരിയും വറുത്തിടാം. നമ്മളിപ്പോൾ പഞ്ചസാര ചേർത്തി നല്ലപോലെ ഇളക്കി ഏലക്ക പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഒരു 3 ഏലക്ക പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂം മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ സേമിയ ജൗവരി പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.